എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഗുരുവായൂരിലെ ഇസ്കോൺ ടെമ്പിളിലേക്കാണ് കേട്ടോ. ഗുരുവായൂർ പടിഞ്ഞാറനട ബസ് സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലൂടെ വഴിയിലൂടെ പോയാൽ ഇസ്കോൺ ടെമ്പിളിൻ്റെ അവിടെ എത്താൻ പറ്റും. കുറച്ച് ദൂരെ നടക്കാനുള്ളൂ. നല്ല ശാന്ത സുന്ദരമായ ഒരു പ്രദേശം, ഒരുപാട് ഏരിയ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഒരു പ്രെയർ ഹാൾ പോലെയാണ് ഇവിടെ കാണപ്പെടുന്നത്. നല്ല പോസിറ്റീവ് എനർജിയാണ്, വല്ലാത്തൊരു ശാന്തതയാണ് അതിനകത്ത്. ഞങ്ങളെ കണ്ടൊരു മാതാജി പുറത്തു വന്നു. അവർ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞു തന്നു. ഭഗവാൻ കൃഷ്ണനും ബലരാമനും സഹോദരിയുമാണ് ഇവിടെ ഉള്ളത്. ജഗന്നാഥപുരിയിലുള്ള അതേ രൂപമാണ് ഇവിടെ കാണുന്നതെന്നാണ് മാതാജി പറഞ്ഞത്. ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിളിൽ ഞാൻ പോയിട്ടുണ്ട്. അത് വലിയൊരു ടെമ്പിളാണ്. ഇവിടെയും അതുപോലെയൊക്കെ വരുമായിരിക്കും. ഞായറാഴ്ചകളിൽ ഇവിടെ ഗുരുപൂജയൊക്കെ ഉണ്ട്. അന്ന് ധാരാളം ആൾക്കാർ വരും. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ ആയിട്ട് ഞായറാഴ്ച വരാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ, കുട്ടികളെ അവിടെ കൊണ്ടുപോകണം എന്നുള്ളത്. ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവുമാണ്. കൃഷ്ണനും ബലരാമനും കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവും നിത്യാനന്ദ പ്രഭുവുമായി വന്നിട്ട് നമുക്ക് ഭക്തി എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു തരുന്നു. കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഞായറാഴ്ചകളിൽ നമ്മൾ വരണം. അന്ന് സത്സംഗം, ഗുരുപൂജ ഇതൊക്കെ നേരിൽ കാണാനും അനുഭവിക്കാനും പറ്റും. ടെമ്പിളിൻ്റെ അകത്ത് നിന്ന് ഞങ്ങൾ പുറത്തേക്ക് കടന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഇസ്കോണിൻ്റെ തന്നെയാണ്. അപ്പോൾ നോർത്തിൽ നിന്നൊക്കെ ഉള്ള ആളുകളാണ് അവിടെ കൂടുതലായിട്ട് വന്ന് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഗുരുവായൂർ അമ്പലവും മമ്മിയൂരും അതുപോലെ ചുറ്റുപാടുള്ള അമ്പലങ്ങളിലൊക്കെ വിസിറ്റ് ചെയ്യുന്നവർക്ക് ദൂരെ നിന്ന് വന്നാൽ ഇവിടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അതിൽ തന്നെ ഒരു സ്റ്റോർ ഉണ്ട് കേട്ടോ. അങ്ങനെ ബുക്സും അതുപോലെ ഫോട്ടോസും ഒക്കെ അവിടെ കിട്ടും. ഇവിടെ റെയർ ബുക്സൊക്കെ ഉണ്ട്. ബുക്ക് കാണുമ്പോൾ ഞാൻ എപ്പോഴും അവിടെ ചെന്ന് നിന്ന് എല്ലാം ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. വിവിധ ഭാഷകളിലുള്ള ഭഗവത്ഗീത ഇവിടെയുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലൊക്കെയുള്ള ഭഗവത്ഗീതയാണ് ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. ഞാൻ ഒരുവിധം ബുക്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ മിൽവാക്കിയിൽ നിന്ന് മായാപൂരിലേക്ക് എന്നുള്ള ബുക്കാണ് ഞാൻ വാങ്ങിച്ചിട്ട് പോകുന്നത്. അജാമിളൻ്റെ സ്റ്റോറി ഉണ്ട്. മോക്ഷം എങ്ങനെ ലഭിക്കും എന്ന് അത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭാഗവതം ദശമസ്കന്ധം വായിച്ച അതേ ഫലമാണ് അത് വായിച്ചാൽ കിട്ടുക എന്ന് പറയുന്നു. ₹400 ഭഗവത്ഗീതയും 4500 ഡീലക്സ് ഭഗവത്ഗീതയും ഇവിടെയുണ്ട്. ഗസ്റ്റ് ഹൗസിന് അടുത്തായിട്ട് തന്നെ ഒരു ഗോശാല കൂടിയുണ്ട്. അപ്പോൾ ഗോശാലയിൽ നിന്ന് ഗോക്കളുടെ കരച്ചിലൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. ഞാൻ അതിനടുത്തേക്കും പോയി നോക്കി. ഒരുപാട് പശുക്കളും പശുക്കിടാങ്ങളും അവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അവരെ കുളിപ്പിക്കുന്ന സമയമായിരുന്നു. വീണ്ടും വരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഗുരുവായൂരല്ലേ, അപ്പോൾ എന്തായാലും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇനിയും അവിടെ പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. വീണ്ടും മറ്റൊരു വ്ളോഗിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.